വിഴിഞ്ഞത്ത് നിന്നാണ്. എൻ്റെ പേര് ലേജിൻ മേരിയാണ്. എനിക്ക് നല്ലതുപോലെ എനിക്ക് സംസാരിക്കാൻ വരില്ല, എന്നാലും ഞാൻ പറയണത് തെറ്റായെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചോളണം. എൻ്റെ മകൻ ഒരു പാസ്പോർട്ടിന് തമിഴ്നാട്ടിൽ കൊടുത്തിരുന്നു. എനിക്ക് ആ പാസ്പോർട്ട് 1 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയില്ല. എൻ്റെ മകൻ്റെ കൂടെ പിന്നെ 6 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോവാത്ത പ്രാർത്ഥന സ്ഥലവും കൂടെ എനിക്കില്ല. 5 മാസം കൊണ്ട് ഞാൻ തിരുച്ചിയിൽ ഞാൻ ധ്യാനത്തിന് പോയിരുന്നു. ഒരാഴ്ച വരെ ഞാൻ അവിടെ ഇരിക്കുകയാണ്. പിതാക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ പാസ്പോർട്ട് കൊടുത്തിരിക്കണം, ഞാനൊരു അത്തപ്പാടിയാണ്, ഇത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പം പറയുന്നു അത് പോട്ടെ, നമ്മൾ വേറെ പുതിയതായിട്ട് എടുക്കാമെന്ന്. ഞാൻ അതേ വിഷമിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഇനി വീട്ടിൽ വിഷമിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകത്ത് വിചാരിക്കണം, എനിക്ക് 12 ലക്ഷം രൂപയിലെ കടവുമുണ്ട്, ഈ മക്കളും ഇരിക്കണം, ഈ വീടിനെ വിറ്റ ഈ കടത്തിറക്ക് കടത്തേം വീട്ടിട്ട് ഞാൻ എന്തൊരു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് അങ്ങനെ കരഞ്ഞിട്ട് ഇരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നീ എവിടെയെല്ലാം നീ ധ്യാനത്തിന് പോയിട്ട് എനിക്കൊന്നും ഒരു കാര്യം എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഈ ഉപാസന ഈ മാതാവിൻ്റെ സ്ഥലത്ത് നീ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടൊന്നും ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് കരഞ്ഞ് പിടിച്ച് ഞാൻ 6 യോഗത്തിന് ഞാൻ ഇവിടെ എഴുതിയിട്ട് കൊടുത്തിട്ട് വീട്ടിൽ പോയി. അന്ന് രാത്രി 12 മണി ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി. നേരം എടുത്തൊരു 8 മണിയായപ്പോൾ അവിടെ നിന്ന് വിളി വരണം, 7 മക്കൾക്ക് അവിടെ പാസ്പോർട്ട് അവിടെ ഇരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾ അവിടെ വന്ന് വാങ്ങിക്കുന്നു. അങ്ങനെ ആ മകൻ പോയി ചെന്ന് ആ പാസ്പോർട്ടിനെ വാങ്ങിച്ചിട്ട് വന്നിട്ട് വേറെ ഒരാൾക്ക് വിഷയ്ക്ക് കൊടുത്ത്, അമ്മ ഞാൻ വീട്ടിലെ കഷ്ടത്തിനെ കണ്ടാണ് അമ്മ ഞാൻ പോയി, എനിക്ക് സപ്ല വിഷയമാണ്, ഞാനിതാ പോണു, ദൈവത്തിന് നന്ദി, മാതാവിനും കോടാന കോടി നന്ദി, ആ പാസ്പോർട്ട് എനിക്ക് തിരിച്ച് കിട്ടിയതിന് വേണ്ടി.